പോയിരിക്കും. എന്തിനാണെന്നറിയോ നിങ്ങള്? കച്ചവടക്കാര് കച്ചവടം ചെയ്തു പോകുമ്പോ ഈ ബാക്കി പടകിയതുണ്ടാകൽ ആരും വാങ്ങാനില്ലാതെ അത് ഒഴിവാക്കാൻ പോകുകയാണ്. അപ്പൊ അവിടെ ഇരുന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഈ കച്ചവടക്കാര് ചോദിക്കും, മോനെ ഈ പടം വേണ, ഇത് വെച്ച് കേട് വന്നതാണ്, പകുതി കേട് വന്നിട്ടുള്ളൂ, പകുതി കുഴപ്പമില്ല. അപ്പൊ എന്ന് ചോദിച്ചാൽ അത് വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ അവിടെ പോയി ഇരിക്കും. കിട്ടിയാൽ കഴിക്കും. ഒരു പ്രാവശ്യം ഒരു ദിവസം അവിടെ ചെന്നു നോക്കുമ്പോ കുറെ ഫുഖറാക്കൾ അത് അറിഞ്ഞിട്ടുണ്ട്, സാധുക്കളെ അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോ ഈ സാധുക്കൾക്ക് അവിടെ ഇരിക്കുന്നുണ്ടല്ല, ഈ കുട്ടിയോട് ഗൗസുൽ ആദം തങ്ങളോട് ചോദിച്ചു, കച്ചവടക്കാര് വേണോ? അപ്പൊ അവിടെ നിന്ന് വാങ്ങിയപ്പോ ഒരു സാധു മനുഷ്യനെ ഗൗസുൽ ആദമിന്റെ മുഖത്ത് നോക്കി, നിങ്ങൾക്ക് വേണോ അയച്ചു. അപ്പൊ വേണമെന്ന് പറയുന്നില്ല, എടുത്തു കൊടുത്തു. അന്ന് പട്ടിണി കിടന്നിട്ട് ദുആ ചെയ്ത രംഗം, സുബ്ഹാനല്ലാഹ്. ഞാൻ നിങ്ങളോട് ഗൗസുൽ ആദമിന്റെ കാലത്തുള്ളത് പറയുമ്പോ ഈ അടുത്ത് നോക്കി ഞങ്ങൾ ഇറാഖിലൊരു സിയാറത്തിന് പോയി. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിലൊക്കെ ബറക്കത്ത് നൽകട്ടെ. ഉറക്കൊന്നും വന്നിട്ടില്ലല്ല? ആ ചോപ്പുപ്പായ ഉറങ്ങട്ടെ മോനെ, ഉറങ്ങണ്ടല്ല, ആ ചോപ്പുപ്പായ ഉറങ്ങട്ടെ, ചെറിയ തടിയൊന്നുമില്ല, അവര് നല്ല ആഫിയത്തല്ല കൊടുക്കട്ടെ. അപ്പോ ഞാൻ പറയുന്നതേ, ഇറാഖിൽ സിയാറത്തിന് പോയി. അങ്ങനെ സിയാർത്ത് കഴിഞ്ഞിട്ട് ഗൗസുൽ ആദമിലാണ് മക്കളെ ബഗ്ദാദിലെ സംഭവം. സിയാർത്ത് കഴിഞ്ഞൊരു ഹോട്ടലിൽ കയറിയപ്പോ ഒരു ചെറുപ്പക്കാരൻ, അവന്റെ ഒരു 22 or 23 വയസ്സേക്കാണ്. അവന് ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞത് തോന്നുന്നു. അങ്ങനെ അവന് ഇറാഖിലെ ബഗ്ദാദിലെ കുട്ടിയല്ലേന്ന് അവനിങ്ങനെ എത്തി നോക്കും. ഹോട്ടലിൽ വന്ന് ഇങ്ങനെ എത്തി നോക്കും, എന്നിട്ട് അപ്പുറത്ത് പോയി നിൽക്കും. വീണ്ടും ഇങ്ങനെ വന്ന് എത്തി നോക്കട്ടാ. അപ്പൊ ഒരു ആജി ആളെ വിളിച്ചിട്ടാണ് ചായ ആണോ ചോദിച്ചു. ഒരു അറബിക്കുട്ടിനോട് മലയാളത്തിൽ ചായ ആണോ ചോദിച്ചു എങ്ങനെ ഉണ്ടാവും? നമ്മളെ നാട്ടിലൊരു ആജി ചോദിച്ച ചായ ആണോ ചോദിച്ചു. അപ്പൊ ആ കുട്ടി ഒന്നും മിണ്ടണില്ലട്ടാ. അപ്പൊ അവനെ കൈകൊണ്ട് ഇങ്ങനെ മാടി വിളിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ ആ കുട്ടിയുടെ കണ്ണിൽ വെള്ളം ഇങ്ങനെ ഒഴുകണം. ഇറാഖിൽ ബഗ്ദാദിലെ കുട്ടിയാണ്, ഗൗസുൽ ആദമിന്റെ നാട്ടിലെ കുട്ടിയാണ്. അപ്പൊ അവനൊരു സ്ഥലത്തിരുത്തിയിട്ട് അവന് എല്ലാവരും കഴിക്കുന്ന പോലെ 2 പൊറാട്ടി ഒരു ചായ കുബൂസാണ് വാങ്ങിക്കൊടുത്തു. അവൻ ഒരു കുബൂസ് കടിച്ചു. രണ്ടാമത്തെ കുബൂസ് മക്കളെ എന്ത് കഴിക്കി? രണ്ടാമത്തെ ഒരു കുബൂസ് അവൻ എടുത്തിട്ട് ഈ ആജിയോട് ചോദിക്കുക, ഇതെന്റെ ഉമ്മാക്കൊണ്ടേ കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്, ഇതെന്റെ ഉമ്മാക്കൊണ്ടേ കൊടുക്കട്ടെ എന്നാ കുട്ടി. ഇത് പണ്ടത്തെ കാലല്ല, ഇപ്പോ 2 കൊല്ലം മുമ്പുള്ളത് ഞാൻ പറയും. ഞാൻ കഥയല്ലട്ടോ, ഞാൻ റഅയ്തു ബി ഐനയ്യ, എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടൊരു കാഴ്ച. ഞാൻ ആ സിയാറത്തിന് പോയിരുന്നു. അപ്പൊ ആ കുട്ടി ചോദിക്കത് എന്റെ ഉമ്മാക്കൊണ്ടേ കൊടുക്കട്ടെ. ഈ ആജിക്ക് തിരിഞ്ഞില്ല. ആ ആജി ചോദിക്കാണ്, ഉസ്താദ് എന്താ ഈ ചെക്കൻ ചോദിക്കുക. അങ്ങനെ തന്നെ അയാൾ ഈ ചെക്കൻ ഈ കുട്ടി എന്താ പറയുന്നത്? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അജരെ ആ കുട്ടി ചോദിക്കുന്നത് ആ ഒരു കുബൂസ് അതിന് ഉമ്മാക്കൊണ്ടേ കൊടുക്കട്ടെ എന്നാ ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരു കെട്ട് കുബൂസ് വാങ്ങിക്കൊടുത്തു. ആ കുട്ടി അത് കൊണ്ടുപോയിട്ട് ചെറിയ നീല പ്ലാസ്റ്റിക്, അതിന് മുകളിൽ 4 കല്ല് വെച്ചിട്ടുണ്ട്. താഴെ ഒരു ഉമ്മയുണ്ട്, 2-3 പെങ്ങൻ സഹോദരിമാരുണ്ട്. ഈ കുട്ടിയെ ഉമ്മാന്റെ കയ്യിലങ്ങ് കൊടുത്തപ്പോ ആ ഉമ്മന്റെ ഒരു ദുആ, ആ പെങ്ങന്മാരുടെ ഒരു കരച്ചില്. എന്റെ അനുജന്മാരെ, അത് ഇറാഖിലല്ലേ എന്നല്ല നിങ്ങൾ പറയുന്നത്? ഈ അടുത്ത് ചെന്നൈയിൽ നിങ്ങൾ കണ്ടില്ലേ? ചെന്നൈയിൽ വലിയ വലിയ കോടികൾ ആസ്തിയുള്ളവര് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ട് മുകളിൽ നിന്ന് ദാഹിച്ച് നിലവിളിച്ചത് നിങ്ങൾ കേട്ടില്ലേ? ചെന്നൈയിൽ അടുത്തടുത്ത് നാളെ നമ്മുടെ അരികിൽ വരില്ല എന്ന് പറയാൻ പറ്റുമോ? വളർന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജലീലി മഹാനായ ACS ബീരാൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു, കൂട്ടുകാരെ, നമ്മുടെ സമസ്തയുടെ മുബല്ലിഗ് കൂടിയായിരുന്നു. ബീരാൻ ഉസ്താദി നമ്മുടെ IPB എഴുതിയ ഒരു പുസ്തകത്തിൽ, തരുവണ സാഹിബ് എഴുതിയ ഒരു പുസ്തകത്തെ പേര് ഗുരുവടികൾ എന്ന പുസ്തകത്തിൽ അതിന്റെ ചെറിയ ഭാഗം കൊടുത്തിട്ടുണ്ട്. ഞാൻ അനുഭവിച്ചവനാണ്. ബീരാൻ ഉസ്താദിന്റെ അരികിൽ ഞങ്ങളൊക്കെ നാട്ടിൽ വന്ന്, ബീരാൻ ഉസ്താദാണ് എല്ലാവരും ദർസിലേക്ക് കൊണ്ടുപോകുക. ഞാൻ എന്റെ നാട്ടിലൊക്കെ മദ്രസയിൽ പഠിച്ച കുഞ്ഞുങ്ങളൊക്കെ ദർസിലേക്ക് ബീരാൻ ഉസ്താദ് കൊണ്ടുപോകും. അന്ന് തൊട്ട് ബീരാൻ ഉസ്താദിന് പരിചയമുള്ള ഒരാളായിരുന്നു. അങ്ങനെ ബീരാൻ ഉസ്താദിനെ ഞാനൊക്കെ SSFൽ പ്രവർത്തിക്കുമ്പോ ഉസ്താദിനെ കണ്ടില്ലെങ്കിൽ ദേഷ്യം പിടിക്കും, ഇടക്കിടക്ക് പോകണം. അങ്ങനെ പോയി ഒരു പ്രാവശ്യം. അപ്പൊ ബീരാൻ ഉസ്താദ് പറയാ, സുബ്ഹാനല്ലാഹ്, ചില വാക്കുകള് മക്കളെ, നിങ്ങൾക്കൊക്കെ SSFന്റെ കുട്ടികളെ, നിങ്ങൾക്കൊക്കെ വല്ല വിഷമമുണ്ടപ്പോ?
ബീരാനുസ്താദ് ചോദിക്കുക, ഞങ്ങളുടെ കുട്ടി ഞങ്ങളുടെ കാലത്ത് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോ ആ യൗവന കാലത്ത്, എന്നിട്ട് ഉസ്താദ് പറയാൻ 100ഓളം കിലോമീറ്റർ നടന്നിട്ടുണ്ട്, പാങ്ങിൽ നിന്നൊരു സ്ഥലത്തേക്ക് 100ഓളം കിലോമീറ്റർ നടന്നിട്ടുണ്ട്. ഒരു യൂണിറ്റ് ഉണ്ടാക്കാനും ഒരു ചെറിയ ദീനി ദഅവത്തിന് വേണ്ടി ഞാൻ പോയി. അൽഹംദുലില്ലാഹ്, ഞാൻ അവിടെ പോയിട്ട് 10-30 ആളെ ഞാൻ നിസ്കരിപ്പിച്ചു മക്കളെ. 10-30 കുട്ടികളെ, തീരെ ജുമഅക്ക് പോകാത്തവരെ ഞാൻ ജുമഅക്കും മറ്റു നിസ്കാരക്കും ചെയ്തു കാണിച്ചു കൊടുത്തു. ബീരാനുസ്താദ് പറയാം, അങ്ങനെ പോകുമ്പോ എനിക്ക് നല്ല വിശപ്പുണ്ടായി, നല്ല വിശപ്പ്. ആ സമയത്ത്, ആ വിശന്ന സമയത്ത് നടക്കാൻ വയ്യ. അപ്പൊ ഞാൻ 756 എഴുതിയ ഒരു വീട് കണ്ടു. അപ്പൊ ഞാൻ അവിടെ പോയി. 756 കണ്ട നമ്മുടെ ജാതിയക്കാരൻ. അങ്ങനെ അവിടെ പോയി. അപ്പൊ ഒരാള് വന്നിട്ട് ചോദിച്ചു, എന്താ മൊയ്ലിയരെ, എന്താ മൊയ്ലിയരെ? ചില നാട്ടിൽ മുസ്ലിയാരേക്കും, ചില നാട്ടിൽ മൊയ്ലിയരേക്കും. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ഈ ജില്ലയിൽ മെട്ടാമിളകി ചെരിച്ചിട്ട് മെയിലേരെ എന്ന് വിളിക്കും. ഒരു തൃശ്ശൂർ ഭാഷയാണ്, അത് വല്ലാത്തൊരു അനുഗ്രഹീത ഭാഷയാട്ടാ. മെയിലേരെ എന്ന് വിളിക്കും. അത് കേട്ടില്ലെങ്കിൽ ഒരു വെറുതെയാടാ, ഒരു ഭാഷയാണത്. അപ്പൊ എന്താ മൊയ്ലിയേരെ എന്ന് ചോദിച്ചപ്പോഴേ ഈ ബീരാനുസ്താദ് ഒന്നും മിണ്ടണില്ല. ഒന്നും കൂടി ചോദിച്ചപ്പോ എന്താ മൊയ്ൽ, അപ്പൊ കൈ ഇങ്ങനെ വെച്ചു വയറ്റില്. ബീരാനുസ്താദ് പറയാ, കിടക്കുന്ന ആള് എഴുന്നേറ്റിരുന്നിട്ട് ഞങ്ങളോട് പറയാ, കൈ ഇങ്ങനെ വയറ്റിൽ വെച്ചു. അപ്പൊ എന്താ വിശക്കുന്നുണ്ടാ? അപ്പൊ ഇങ്ങനെ തല കുനിക്കി. അപ്പൊ എന്താണ് ബീരാൻ? കേട്ടോളും കുട്ടികളെ, ബീരാനുസ്താദിനോട് പറയാ, ആ പാത്രം അടിക്കും മൊയ്ലിയേരെ. അപ്പൊ ഏത് പാത്രം എന്നറിയാം മക്കളെ? നായക്കൂടില്ലേ, പട്ടിക്കൂട്. പട്ടിക്കൂടിന്റെ അരികിൽ പട്ടിക്ക് നായക്ക് ചോറ് കൊടുക്കുന്ന ഒരു പാത്രം അങ്ങനെ കാണാറില്ല നിങ്ങൾ? ആ പ്ലേറ്റ് എടുക്കാനായി പറയുന്നത്. ബീരാനുസ്താദ് കണ്ണീരൊടുക്കിയിട്ട് പറയാം, മക്കളെ ഞാൻ അപ്പോ എന്റെ വിശപ്പ് കൊണ്ട്, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഞാൻ ആ പാത്രം എടുത്തു. ഞാൻ ആ പാത്രം എടുത്തപ്പോ അവര് വീട്ടിന്റെ ഉള്ളിൽ നിന്നൊരു പാത്രത്തിൽ ചോറ് കൊണ്ടുവന്ന് അതിലേക്ക് തള്ളി. ഞാൻ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് മുകളിലുള്ളത് എടുത്തു കടിച്ചു. ഇതങ്ങ് പറയലും ബീരാനുസ്താദ് കരച്ചിൽ തുടങ്ങി. എന്നിട്ട് പറയാം, നിങ്ങൾക്ക് വല്ല വിഷമുണ്ട കുട്ടികളെ? ഞാനങ്ങനെ അത് കഴിഞ്ഞിട്ട് അത് കടിച്ചിട്ട് ഇങ്ങനെ നടന്നു. ഒരു ഓഫീസില്ല, നമുക്കൊരു സ്ഥാപനമില്ല. ഇന്ന് എല്ലാ സൗകര്യം അല്ലാഹു തന്നില്ലേ, ഒരു സൗകര്യമില്ല. അങ്ങനെ ഞാനൊരു കട വരാന്തയില് ഞാൻ അങ്ങനെ ചുരുണ്ടു കിടന്നു. സുബ്ഹി ബാങ്ക് വിളിച്ചു. ബാങ്ക് വിളിച്ചപ്പോ എഴുന്നേറ്റു നിസ്കരിക്കാൻ. അപ്പൊ എന്റെ മടിയിലൊരു നായ തലവെച്ച് കിടക്കുന്നുണ്ട്. ബീരാനുസ്താദ് ഇങ്ങോട്ട് കരഞ്ഞിട്ട് പറയാ, മക്കളെ സുബ്ഹി നിസ്കരിക്കാൻ എനിക്കൊരു ഡ്രസ്സില്ല. അപ്പൊ ഞാൻ അവിടുത്തെ മൊല്ലാക്കയുടെ അരികിൽ ചെന്നിട്ട് തുണി തരുമെന്ന് ചോദിച്ചു. ആ തുണി വായ്പ വാങ്ങിയിട്ട് നിസ്കരിച്ചു. നിങ്ങൾക്ക് വല്ല വിഷമുണ്ടോ? ഇന്ന് ഒരു ഓഫീസോ അതുപോലെ പള്ളികളോ മദ്രസകളോ അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ എന്തെങ്കിലും ഒന്നില്ലേ? മക്കളെ നിങ്ങൾക്ക് പ്രവർത്തിച്ചൂടെ? SSFന്റെ കുട്ടികളെ നിങ്ങൾക്ക് പ്രവർത്തിച്ചൂടെ? എന്തെങ്കിലും പറഞ്ഞിട്ട് ഉസ്താദിന്റെ ഒരു കരച്ചിലും കടത്തും. ബീരാനുസ്താദ് അതൊരു ചെറിയ ഭാഗമാണ് അവിടുന്ന് തരൂർ സാഹിബ് കൊടുത്തതും. എന്റെ അനുജന്മാരോട് ഞാൻ പറയുന്നത്, ഇത് ഏതോ കാലത്തിൽ ഈ അടുത്ത് ബഹുമാനപ്പെട്ട മഹാനായ ACS ബീരാനുസ്താദ്, അല്ലാഹു തആല ഇവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ.